മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വൈകുന്നേരം 6 മണിയോടുകൂടി ഒരു കാറ് കടപ്പാട്ടൂർ വീടിന്റെ വാതുക്കലെത്തി. ജയന്തി ആ കാറിൽ നിന്നും ഇറങ്ങി സിറ്റൗട്ടിലേക്ക് അവർ നടന്നു കയറി. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അലീന വന്ന് വാതിൽ തുറന്നു. മുൻപിൽ വൈജയന്തി. അലീന പരിഭ്രമിച്ചു പോയി. അമ്മയുടെ തീ പാറുന്ന നോട്ടം. വൈജയന്തിയും അലീനയും മുഖത്തോട് മുഖം നോക്കി നിമിഷങ്ങളോളം അങ്ങനെ നിന്നു. അമ്മയുടെ കണ്ണിൽ ക്രോധാഗ്നി എരിയുകയാണ്. ഒടുവിൽ വൈജയന്തി പകയോടെ ചീറി, മാറി നിൽക്കടി എൻ്റെ മുൻപിൽ നിന്ന്. അകത്തേക്ക് കടക്കുവാൻ ഒരു ചുവട് നീട്ടിയ വൈജയന്തി ഒരു പുനരാലോചനയിൽ കാൽ പിൻവലിച്ചു. തുടർന്ന് ഡോർബെല്ലിൽ വിരലമർത്തി. അല്പം കാത്തു നിന്നിട്ട് അക്ഷമയോടെ 2-3 തവണ തുടരെ ബെല്ലടിച്ചു. ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അകത്തുനിന്ന് കൃഷ്ണജ ഉറക്ക വിളിച്ച് ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. അലീന ചേച്ചി, ഈ ചേച്ചി എവിടെ പോയി? ഒടുവിൽ ആവലാതിപ്പെട്ടുകൊണ്ട് അവൾ പൂമുഖത്തേക്ക് വന്നു. അമ്മ വാതിക്കൽ നിൽക്കുന്നത് കണ്ട് അവൾ ആശ്ചര്യസ്തബ്ധയായി. അലീന ചേച്ചി വാതിലിനപ്പുറം മാറി നിൽക്കുന്നതും അവൾ കണ്ടു. കൃഷ്ണജ ചോദിക്കുകയാണ്, അമ്മ എപ്പോഴാ വന്നത്? ബബിത എവിടെ? മുറിയിലുണ്ട്. വിളിക്കവളെ. അമ്മ എന്താ അകത്തോട്ട് വരാത്തെ? കയറി വാ. ഞാൻ കയറുന്നില്ല. ഞാനൊന്ന് തീരുമാനിച്ചാൽ അതിന് പിന്നെ മാറ്റമില്ല. ലക്ഷ്മണരേഖയൊന്നും വരച്ചിട്ടില്ലല്ലോ അമ്മേ. അമ്മ അകത്തോട്ട് കയറ്. ബബിതയെ വിളിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എൻ്റെ അമ്മ ആ സിറ്റൗട്ടും ഈ വീടിൻ്റെ ഭാഗം തന്നെയാ കേട്ടോ. കൃഷ്ണജി അത്രയും പറഞ്ഞിട്ട് തിരികെ പോയി. അലീന നിന്നെടുത്തൊന്നും അനങ്ങിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ കൃഷ്ണജ ബബിതയെ വിളിച്ചുകൊണ്ടുവന്നു. ബബിത അലീനയെയും വൈജയന്തിയും മാറി മാറി നോക്കി. അമ്മയും മകളുമാണ് ഈ നിൽക്കുന്നതെന്ന് അവൾക്ക് ഇപ്പോഴറിയാം. അവൾ ചോദിക്കുകയാണ്, അമ്മ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അന്തസ്സുള്ളവർ കയറി ചെല്ലാൻ അറയ്ക്കുന്ന ചില വീടുകളുണ്ട്, അതിലൊന്നാണിത്. ആഹാ, അമ്മ ഈ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? ഞാൻ താമസിച്ചിരുന്നപ്പോൾ ഇത് നല്ല നിലയിൽ കഴിഞ്ഞ കുടുംബമാണ്. ഇപ്പൊ ഇത് വേശ്യാലയമാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അമ്മയുടെ പെൺമക്കളാണോ ഇവിടുത്തെ വേശ്യകൾ? പെണ്ണെ, ദേ അധിക പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ, ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇറങ്ങിക്കോ രണ്ടുപേരും ഇവിടുന്ന്, ഇപ്പൊ തന്നെ. ഇറങ്ങാനോ? എന്തിന്? ഇവിടുത്തെ താമസം മതി. നീയൊക്കെ വല്ലയിടത്തും കല്യാണം കഴിച്ചു പോകാനുള്ളതാ. വെറുതെ ദുഷ്പേരുണ്ടാക്കി വെക്കണ്ട. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ? ഞാനൊരു വീടെടുത്തിട്ടിട്ടുണ്ട് റെന്റിന്. സ്വന്തമായി വീടുള്ളപ്പോഴേ അങ്ങനെ വാടക വീട്ടിൽ പോയി താമസിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സ്വന്തം വീടോ? ആരുടെ വീട്? എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചിരുന്നവളാണ് ഞാൻ. എന്നിട്ടിപ്പം ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? നാളെ നിന്നെയും കൃഷ്ണമോളെയും രോഹിത്തിനെയും ഒക്കെ ഇവൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവൂ ഈ വീട് ആരുടെ സ്വന്തമാണെന്ന്. ഉടനെ ബബിത ശാന്തസ്വരത്തിൽ പറയുകയാണ്, അമ്മയ്ക്ക് അലീന ചേച്ചിയെ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് അലീന തെല്ലൊരു ഉൾപ്പേടിയോടുകൂടി ബബിതയെ നോക്കി. അവൾ വല്ലതും തുറന്നു പറഞ്ഞു കളയുമോ എന്നവൾ ശങ്കിച്ചു. അപ്പോൾ വൈജയന്തി പറയുകയാണ്, എനിക്കറിയാവടി, എനിക്കവളെ ശരിക്കും അറിയാം. അറിയാൻ മേലാത്തത് നിങ്ങൾക്കാ, പക്ഷെ ഒരു ദിവസം നിങ്ങളും അറിയും. നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ബബിത നിസ്സംശയം പറഞ്ഞു, ഇല്ല, വരുന്നില്ല. ശരി കൃഷ്ണമോളെ, നിനക്കെടുക്കാനുള്ളതൊക്കെ എടുത്തു, ഇപ്പോഴിറങ്ങണം ഇവിടുന്ന്. കൃഷ്ണജ സംശയിച്ചു നിൽക്കുകയാണ്. എന്താടി നോക്കി നിൽക്കുന്നത്? നീ വരുന്നില്ലെന്ന് പറഞ്ഞാലും അമ്മയുള്ളപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളെ അച്ഛൻ്റെ കൂടെ നിർത്തണമെന്ന് ഒരു കോടതിയും വിധിക്കില്ല. അത് നീ മനസ്സിലാക്കണം. രോഹിത്തിനും ബബിതയ്ക്കും ഒരു കാരണം പറയാനുണ്ടല്ലോ, അവർ പ്രായപൂർത്തി എത്തിയെന്ന്. കൃഷ്ണജ ദയനീയമായി അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ചെറിയൊരു മുഖചലനം കൊണ്ട് അലീന അവൾക്ക് മൗനാനുവാദം നൽകി. കൃഷ്ണജി അകത്തേക്ക് തിരികെ പോയി. തുടർന്ന് അവൾ ഹാളിലെ ലാൻഡ് ഫോണിൽ നിന്നും ബാലചന്ദ്ര മേനോന്റെ നമ്പർ ഡയൽ ചെയ്തു. മറുവശത്ത് ഫോൺ എടുത്തെന്നറിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, അച്ഛാ, ഞാനാ കൃഷ്ണമോളാ. ആഹാ, എന്താ? അമ്മ വന്നിട്ടുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. എങ്ങോട്ട്? അമ്മയുടെ റെന്റ് ഹൗസിലേക്ക്. അത് ശരി, നീ പോകുന്നുണ്ടോ? അച്ഛൻ പറ. അല്ല, അലീന എന്തു പറഞ്ഞു? അലീന ചേച്ചി സമ്മതിച്ചു. എന്നാ പോയിക്കോ, ബോർഡിങ്ങിൽ താമസിക്കുന്നത് ഒഴിവാക്കാമല്ലോ. അച്ഛൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഞാൻ അമ്മയുടെ കൂടെ പോകുന്നതിന്? മറുപടി വരുവാൻ അല്പം സമയമെടുത്തു. എന്നിട്ട് ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, ഇല്ല, നീ പോയിക്കോ. മക്കളെല്ലാം മാതാപിതാക്കളെ പിരിഞ്ഞ് സ്വന്തം ജീവിതം കണ്ടെത്താനുള്ളവരാണ്. ഇവിടെ അത് കുറച്ച് നേരത്തെ ആയി എന്ന് മാത്രം. എന്നാലും ഒരു കാര്യം നീ ഓർത്തോണം, എന്തു വിഷമം വന്നാലും എന്നെ അറിയിക്കണം. എപ്പോൾ വേണമെങ്കിലും നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം. ഏത് ഘട്ടത്തിലും അച്ഛൻ്റെ സഹായമുണ്ടാവും. താങ്ക് യു അച്ഛാ. അവൾ ഫോൺ വെച്ചു. പെട്ടെന്ന് പാക്കിംഗ് ആരംഭിച്ചു. 1/4 മണിക്കൂറിനകം 2 ട്രോളി ബാഗുകളും വലിച്ചുകൊണ്ട് അവൾ സിറ്റൗട്ടിലേക്ക് വന്നു. സ്കൂൾ ബാഗ് അവളുടെ ചുമലിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തി പറയുകയാണ്, കാറിൻ്റെ ഡിക്കിയിലും പിന്നെ ബാക്ക് സീറ്റിലുമൊക്കെ ആയിട്ടത് വെച്ചു. വേറൊന്നും എടുക്കാനില്ലേ? എടുക്കാനൊക്കെ ഉണ്ട്, പക്ഷേ പോയാലും തിരിച്ചു വരേണ്ടതല്ലേ? തിരിച്ചു വരാനോ? ഇനിയൊരു തിരിച്ചുവരവില്ല ഈ വീട്ടിലേക്ക്. വൈജയന്തിയുടെ അറത്തുമുറിച്ചുള്ള സംസാരം കേട്ടുകൊണ്ട് ബബിത ചോദിക്കുകയാണ്, ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് വരാമല്ലോ അല്ലേ, അമ്മയുടെ വാടക വീട്ടിലേക്ക്? അതോ ഇന്നത്തെ ഡേറ്റും കൂടി കഴിഞ്ഞാൽ അതും എക്സ്പയറി ആവുമോ?
നിനക്കും രോഹിത്തിനും എപ്പോൾ വേണമെങ്കിലും വരാം. ഇവൾ ചവിട്ടി പുറത്താക്കുമ്പോൾ കീറിക്കിടക്കാൻ ഒരിടമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. എന്റെ വാതിൽ ഞാൻ ഒരിക്കലും എന്റെ മക്കളുടെ മുമ്പിൽ അടച്ചിടത്തില്ല. അതിന് ബബിത, അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ എന്നെങ്കിലും വരും. അന്ന് പക്ഷേ അലീന ചേച്ചിയും ഉണ്ടായിരിക്കും എൻ്റെ കൂടെ. എൻ്റെ അടിച്ചതിനകത്ത് ഞാൻ കയറ്റത്തില്ല ഇവളെ. അമ്മേ, അമ്മയുടെ ഈ മനസ്സിനൊരു മാറ്റം വരും. അന്നേ ഞാൻ അലീന ചേച്ചിയും കൊണ്ട് അവിടേക്ക് വരികയുള്ളൂ. അതിന് ഞാൻ ചാവണം. സിറ്റൗട്ടിൽ നിന്നും ഇറങ്ങുവാൻ നേരം അവൾ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി. എന്നിട്ട് പറയുകയാണ്, നീ എടുത്തോടി എൻ്റെ ഭർത്താവിനെ, ഞാൻ വിട്ടു വന്നിരിക്കുന്നു. ഈ വീടും ജുവല്ലറി ഷോപ്പും ടെക്സ്റ്റൈൽ ഷോപ്പും എല്ലാം നീ എടുത്തോ, പക്ഷേ എൻ്റെ മക്കളെ എനിക്ക് തന്നേക്കണം. ഇല്ലെങ്കിൽ നീ അനുഭവിക്കും. വൈജയന്തി മനംനൊന്ത് ശപിച്ചാൽ നീ ഭസ്മമായി പോകും, ഓർത്തോ. ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി. കൃഷ്ണജ അലീനയോട് യാത്ര ചോദിച്ചു. പോയി വരട്ടെ അലീന ചേച്ചി. അലീന മന്ദമായി ശിരസ്സനക്കി. ബബിതയോടും അവൾ യാത്ര പറഞ്ഞു. പോയിട്ട് വരാമേ. കൃഷ്ണജ ഇതൊരു തമാശയായിട്ടാണ് കണ്ടത്. ഈ സംഭവങ്ങൾക്കൊന്നിനും വലിയ ഗൗരവമില്ലെന്ന് അവൾ വിചാരിച്ചു. കൃഷ്ണജ കാറിൽ ചെന്ന് കയറി. കാറിൻ്റെ ചില്ല് താഴ്ത്തി വെച്ച് അവൾ അലീനയെയും ബബിതയെയും കൈവീശി കാട്ടി. ഗേറ്റ് കടന്ന് കാർ പുറത്തേക്ക് പോയി. ബബിത അലീനയുടെ അരികെ ചെന്നു. നിറമിഴികളോടെ നിൽക്കുകയാണവൾ. ബബിത അവളുടെ തോളത്ത് കൈത്തലം വെച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ അത്രയും പറഞ്ഞതിനാണോ? അറിയാതെ പറഞ്ഞതല്ലേ ചേച്ചി. ഒന്നോർത്താൽ എന്തൊരു കഷ്ടമാ അമ്മയുടെ കാര്യം. സ്വന്തം മോളോടാണ് പറയുന്നതെന്ന് പോലും അറിയാതെ. അലീന പുറം കൈകൊണ്ട് കണ്ണു തൂത്തു. അപ്പോൾ ബബിത വീണ്ടും പറയുകയാണ്, ചേച്ചി വിഷമിക്കണ്ട. ആരൊക്കെ പോയാലും ഞാനുണ്ടല്ലോ അലീന ചേച്ചിയുടെ കൂടെ നിഴല് പോലെ, ഇല്ലേ? ഉവ്വെന്ന് അലീന തലയാട്ടി. നമുക്കും പോവാം. അലീന മുഖം തിരിച്ച് അവളെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങോട്ട്? കുളത്തുപുഴയിലേക്ക്. യോ, അച്ഛൻ അവസാന വാക്ക് പറഞ്ഞില്ല. പപ്പയോട് ചോദിച്ചതുമില്ല. എങ്കിൽ പിന്നെ ചോദിക്ക്. നമ്മളും കൂടി പോയാൽ അച്ഛൻ ഇവിടെ തനിച്ചാവില്ലേ മോളെ? ആവും. അച്ഛനും കൂടി ഒരു പാഠം പഠിക്കട്ടെ. അലീന ബബിതയെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അവൾ ചോദിക്കുക, എന്തിനാ നോക്കുന്നേ? എല്ലാവരും നാനാ വഴിക്ക് പിരിഞ്ഞു കഴിയുമ്പോൾ അവനവൻ ഒറ്റയ്ക്കായി പോകുന്നു അച്ഛനും ഒന്ന് അറിയണ്ടേ? എല്ലാവരും വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്തുള്ളത് കൊണ്ടല്ലേ അച്ഛൻ ആരുടെയും വില അറിയാത്തത്? അല്ലെങ്കിൽ അലീന ചേച്ചി പറ, അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വഴക്ക് അത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് അവസാനിപ്പിക്കാൻ എന്താ ഒരു വഴി? അപ്പോൾ അലീന, ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? ഞാൻ അമ്മയുടെ മോളാണെന്ന് അമ്മ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ വഴക്ക് തീരുവോ? അമ്മയുടെ കല്ലിച്ചു പോയ മനസ്സ് അച്ഛൻ്റെ മുൻപിൽ ഉരുകണം. അച്ഛന് അമ്മയോട് ക്ഷമിക്കാൻ മനസ്സുമുണ്ടാവണം. അമ്മയുടെ മനസ്സ് ഉരുകിയില്ലെങ്കിലോ? അല്ലെങ്കിൽ അച്ഛന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ബബിതയുടെ ആ ചോദ്യത്തിന് അലീനയുടെ പക്കൽ മറുപടിയില്ലായിരുന്നു. രാത്രിയിൽ അലീന സ്റ്റാൻലിയെ ഫോണിൽ വിളിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ട് ബബിത കിടക്കയിലിരിപ്പുണ്ട്. പതിവായുള്ള സ്നേഹാന്വേഷണങ്ങൾക്ക് ശേഷം അലീന പറഞ്ഞു, പപ്പ, ഞാൻ നാളെ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. സ്റ്റാൻലിയുടെ പ്രതികരണം വരുവാൻ അല്പം സമയമെടുത്തു. അയാൾ ചോദിക്കുകയാണ്, എന്നിട്ട് നാളെ വന്നാൽ നീ ഇവിടെ തനിയെ താമസിക്കേണ്ടി വരും. അതെന്താ? ഞാൻ നാളെ മുതൽ ഒരു ടൂർ പോവുകയാണ്. എങ്ങോട്ട്? സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, അങ്ങനെ ചിലയിടങ്ങളിലേക്കൊക്കെ പോവുകയാണ്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നാണ് ടിക്കറ്റ് എല്ലാം ഓക്കെ ആയത്. എത്ര ദിവസമാണ് പപ്പ പ്രോഗ്രാം? എല്ലാം കൂടി 12 ദിവസം. തായ് എയർവേസിൻ്റെ ഒരു പാക്കേജ് സ്കീം അനുസരിച്ചുള്ള ടൂറാണ്. ഷോ, എന്നാലും പോകുന്ന കാര്യം എന്നോടൊന്ന് സൂചിപ്പിച്ചു പോലും ഇല്ലല്ലോ. പിന്നെ നീ എന്താ വിചാരിച്ചേ? ഞാനിവിടെ ഒരു കാവൽക്കാരനെ പോലെ നീ വരുന്നതും കാത്ത് എത്ര ദിവസം വേണമെങ്കിലും ബോറടിച്ചിരുന്നോളൂ എന്നോ? എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറുമില്ല. വരേണ്ടവർ വരും, പോകേണ്ടവർ പോകും. എന്നാലും പപ്പ, എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നെങ്കിലും. പറഞ്ഞിട്ടെന്താ ഗുണം? നീ എവിടെയോ പോയി കിടക്കുന്നു. നിനക്ക് നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, നിന്റെ ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ. അതിന്ന് ഞാനൊരു പാഠം പഠിച്ചു. അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കിക്കൊള്ളണം. വീഴാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഓടി വന്ന് താങ്ങിപ്പിടിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാനേ പാടില്ല. ആരെയും വിശ്വസിക്കരുത്. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ടൂർ പ്രോഗ്രാമും പാക്കേജ് സ്കീമും എല്ലാം വട്ടപൂജ്യമാണ്. ഇത്രയും നാൾ താൻ പപ്പയെ വിട്ടുമാറി നിന്നതിലുള്ള പരിഭവം മുഴുവൻ തീർക്കുകയാണ്. താൻ മടങ്ങിച്ചെല്ലുകയാണെന്നറിഞ്ഞപ്പോൾ വന്നില്ലെങ്കിലും വേണ്ടില്ല എന്ന മട്ടിലുള്ള പദപ്രയോഗം. ഉടനെ അലീന അയാൾ പറഞ്ഞതങ്ങ് സമ്മതിച്ചു കൊടുത്തു. പപ്പ ആ പറഞ്ഞത് ശരിയാ. ഉടനെ വീണ്ടും സ്റ്റാൻലി പറയുക, അല്ലെങ്കിൽ നീ ഔതക്കുട്ടിച്ചായനെ നോക്ക്. അപ്പച്ചൻ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞു? ആള് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? പൊടി പോലുമില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ അപ്പച്ചനോടും പറഞ്ഞില്ല ടൂറിൻ്റെ കാര്യം. അപ്പോൾ അലീന, പപ്പ നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ആഴ്ച കൂടി കഴിഞ്ഞു വന്നാൽ മതിയല്ലോ, അല്ലേ? നീ നാളെ വരുന്നത് കൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ബൈജു ഉണ്ട്, രാജപ്പനുണ്ട്, പൗലോസ് ഉണ്ട്, ആൻ്റപ്പനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്നാലും പപ്പ ഇല്ലാതെ അങ്ങോട്ട് വരാൻ എനിക്കൊരു മനസ്സും വരുന്നില്ല പപ്പ. നാളെ നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. എനിക്ക് മറ്റന്നാൾ വൈകിട്ടാണ് ഫ്ലൈറ്റ്. എറണാകുളത്ത് ചെന്ന് തങ്ങിയിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. ഞാനത് മാറ്റാം. അയ്യോ, അത് വേണ്ട പപ്പ. പപ്പ പോയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ അങ്ങ് വരാം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നായ്ക്കളെ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
പപ്പയുടെ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ. ഏയ്, അതൊന്നും പറ്റില്ല. ബുക്കിംഗ് നേരത്തെ ചെയ്ത് കഴിഞ്ഞതാ. ക്യാൻസൽ ചെയ്താൽ വലിയ നഷ്ടം വരും. നഷ്ടമൊന്നും വരുത്തണ്ട, പപ്പ പൊയ്ക്കൂ. നിനക്കിതെന്നോട് നേരത്തെ പറയാമായിരുന്നല്ലോ നാളെ വരുമെന്ന്. ഇന്നല്ലേ എനിക്ക് നോട്ടീസ് കിട്ടിയത് പിരിഞ്ഞു പോയിക്കൊള്ളാൻ. ഛേ, ഇത് വലിയ പ്രോബ്ലം ആയല്ലോ. നീ ഒരു കാര്യം ചെയ്, നാളെ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഞാൻ എയർലൈൻസിൽ വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ അടുത്ത പാക്കേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോന്ന്. അത്രയും കേട്ടപ്പോഴേക്കും ശബ്ദം താഴ്ത്തി അലീന പറയുകയാണ്, എൻ്റെ ദൈവമേ, ഇങ്ങനൊരു കള്ളൻ. വാട്ട്? നീ എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല പപ്പ. നാളെ എപ്പോഴാണ് നീ അവിടുന്ന് പുറപ്പെടുന്നത്? ഞാൻ കാർ അയക്കാം. വേണ്ട വേണ്ട, കാർ ഒന്നും വേണ്ട പപ്പ. ബൈജു ഇവിടെ പണിയൊന്നുമില്ലാതെ വെറുതെ കുത്തിയിരിക്കുകയാണ്. പപ്പ, ആ പെട്രോൾ കാശിങ് തന്നാൽ മതി. ഞങ്ങൾ ബസ്സിൽ വന്നോളാം. ഞങ്ങളോ? അതാരാ ഈ ഞങ്ങൾ? അത് ബബിത. അലീന ബബിതയെ ഒന്ന് നോക്കി. എൻ്റെ പേര് കേട്ടതും അവൾ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. ബബിതയോ? അതാരാണ്? എൻ്റെ അനുജത്തി. അവളുടെ അടുത്തേക്കല്ലേ ഞാൻ പോകുന്നത്. ഓ, സൂയിസൈഡ് ചെയ്യാൻ പോയ ആ പെണ്ണ്. എന്തിനാ നീ അതിനെയൊക്കെ കെട്ടിവലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? സ്റ്റാൻഡിയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നു. പപ്പ, അവൾക്ക് നല്ലതുപോലെ സുഖമായിട്ടില്ല. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതിയിട്ടാ. നിന്റെ കൂടെ അല്ലായിരുന്നോ ഇത്രയും ദിവസം? അത് പോരെ? അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും ദിവസം നിനക്ക് അനുവദിച്ചു തന്നത്? അന്യൊന്നും അല്ലല്ലോ പപ്പ, എൻ്റെ അനുജത്തിയല്ലേ. ഹാ, ചെല്ലുന്നിടത്തെല്ലാം നിനക്ക് അനുജത്തിമാരും അനുജന്മാരും ബന്ധുക്കളും ഇഷ്ടം പോലെയാണ്. ആയിക്കോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഞാനിവിടെ. അപ്പോഴാണ് അതിൽ നിന്ന് ഓരോന്നിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്നത്. എനിക്ക് ഇഷ്ടമല്ല അലീന, ഞാൻ തുറന്നു പറഞ്ഞേക്കാം. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പറഞ്ഞു സ്റ്റാൻലി ക്ഷുഭിതനായി കഴിഞ്ഞു. അപ്പോൾ അലീന, പപ്പ പ്ലീസ്, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഞാനും കൂടി കൈവിട്ടാൽ നിനക്ക് ആരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അലീന, നിന്റെ പപ്പയെ ഒഴികെ. കാരണം അയാളാണല്ലോ നിന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നത്. അയാളാണല്ലോ നിന്റെ ശാഠ്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത്. നീ ഒരു കാര്യം ചെയ്, നിന്റെ പപ്പയെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം സ്വീകരിക്കും. അതാണ് നിനക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ അലീന പറയുകയാണ്, പപ്പ ഞാൻ പിന്നെ വിളിക്കാം. പപ്പായ്ക്ക് ദേഷ്യം വന്നിരിക്കുക. സ്റ്റാൻലി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുക, പിന്നെ വിളിക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ പറഞ്ഞേക്കാം. നീ അനുസരണക്കേടാണ് കാണിക്കുന്നത്. നിന്റെ പപ്പയോട് നിനക്ക് എന്തുമാകാമെന്നുള്ള അഹങ്കാരം. നിനക്ക് തോന്നിയെടുത്ത് തോന്നുമ്പോൾ നീ പോകുന്നു, തോന്നുമ്പോൾ നീ വരുന്നു. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കുളത്തുപുഴയിൽ ഇനി അത് നടക്കില്ല. ഇത് എൻ്റെ വീടാണ്. നീ പറയുമായിരിക്കും നിനക്ക് കയറി ചെല്ലുവാൻ 1500 അനാഥാലയങ്ങളുണ്ടെന്ന്. പൊയ്ക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ ഇങ്ങോട്ട് വന്നേക്കരുത്. പെട്ടെന്ന് ലൈൻ കട്ടായി. ബബിത അലീനയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. സ്തബ്ധയായിരിക്കുകയാണ് അലീന. ഫോണിലൂടെ മറുവശത്തെ സംഭാഷണ ശകലങ്ങൾ അവ്യക്തമായി ബബിതയും കേട്ടിരുന്നു. ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അലീനയുടെ കണ്ണു നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും അവൾ കണ്ടു. ബബിത അലീനയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പപ്പ വഴക്കു പറഞ്ഞു അല്ലേ? അലീന തലയാട്ടിയപ്പോൾ അവളുടെ കവളത്തേക്ക് നീർത്തുള്ളികൾ ഞെട്ടറ്റു വീണു. ഭയങ്കര ദേഷ്യമായിരുന്നു. ഏയ് സാരമില്ല, പപ്പയ്ക്ക് പെട്ടെന്നാ ദേഷ്യം വരുന്നത്. ബബിത അവളുടെ കവളത്തെയും കണ്ണിലെയും നനവ് പുതപ്പ് കൊണ്ട് ഒപ്പി മാറ്റി. എന്നിട്ട് പറയുകയാണ്, എന്നാലും ഇന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടു അല്ലേ? അലീന ചേച്ചിയുടെ മുഖത്ത് നിന്ന് ആ ഷോക്ക് മാറിയിട്ടില്ല. അലീനയുടെ മിഴികൾ അപ്പോൾ വീണ്ടും നിറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞതിനാ അല്ലേ? അതുകൊണ്ട് മാത്രമൊന്നും അല്ല മോളെ. എനിക്ക് മനസ്സിലായി അലീന ചേച്ചി. അല്ലെങ്കിലും ഞാൻ വരാൻ പാടില്ല. അത് വേറൊരു വീടല്ലേ. അവിടെയുള്ളവരും ഞാനും തമ്മിൽ എന്താ ബന്ധം? ആർക്കായാലും ദേഷ്യം വരും, സ്വാഭാവികമാണ്. ഞാൻ വരുന്നില്ല കേട്ടോ. അതിന് അലീന, നിന്നെ കൂടാതെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പപ്പ ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ചെല്ലാനോ? വേണ്ട വേണ്ട. എനിക്ക് അലീന ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കാനുള്ള കൊതി കൊണ്ട് പറഞ്ഞതാ ഞാനും വരാമെന്ന്. ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം. അല്ലെങ്കിലും ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരുണ്ട്? അലീന അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രി 9 മണിക്ക് ബാലചന്ദ്രമേനോൻ എത്തി. 3 പേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ പറഞ്ഞു, ഒരാളുള്ളപ്പോൾ നമ്മൾ ആ ആളുടെ സാന്നിധ്യം അറിയില്ല. ഇല്ലാതാകുമ്പോഴാണ് ആ ഗ്യാപ്പ് എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത്. കൃഷ്ണമോള് വലിയ ബഹളക്കാരിയൊന്നുമല്ല. എന്നിട്ടും അവൾ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലം ശൂന്യമായതുപോലെ. അതിന് ആരും ഒന്നും പ്രതികരിച്ചില്ല. അടുത്ത നിമിഷത്തിൽ അയാൾ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? പെട്ടെന്ന് ബബിത എന്തോ പറയാൻ ഭാവിച്ചു. ഒരു നോട്ടം കൊണ്ട് അലീന അത് തടഞ്ഞു. ബാലചന്ദ്രമേനോൻ ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വൈജയന്തി ഇവളോട് തട്ടിക്കയറിയോ? തട്ടിക്കയറി. കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ശപിക്കുകയും ചെയ്തു. ഉടനെ തമാശ മട്ടിൽ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, അവളുടെ ശാപമൊക്കെ എവിടെ ഫലിക്കാനാണ്? അത് ഫലിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ കല്ലായിപ്പോയനെ. എന്നിട്ടും അലീനയുടെ മുഖത്തൊരു തെളിച്ചം വന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് ബാലചന്ദ്രമേനോൻ ബബിതയോട് വൈജയന്തി വന്നു പോയതിനെപ്പറ്റി വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. 10 മണിക്ക് ഉറങ്ങാൻ ബെഡ്റൂമിലെത്തിയപ്പോഴും അലീനയുടെ മുഖത്ത് മ്ലാനത തങ്ങി നിൽക്കുന്നത് കണ്ട് ബബിത പറയുകയാണ്,
ഇതിത്തിരി സീരിയസ് ആണല്ലോ കേസ്. അലീന മൊബൈൽ ഫോൺ തലയണക്കടുത്ത് വെച്ചിട്ടാണ് കിടന്നത്. ഉറക്കം വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ബബിത തന്നോട് ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചിട്ടും ഉറക്കം വരുന്നില്ല. ഇടയ്ക്കിടെ നീണ്ട നെടുവീർപ്പുകൾ. രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. അവൾ നമ്പർ നോക്കി. പപ്പയാണ്. ഹലോ. ഹലോ, നീ ഉറങ്ങിയോ? ഇല്ല. പിന്നെന്തുകൊണ്ടാ നീ എന്നെ വിളിക്കാതിരുന്നത്? ഇപ്പം മണി എത്രയായെന്ന് നിനക്കറിയുമോ? നിന്റെ ഫോൺ എന്താ ചത്തുപോയോ? അതോ പൈസ ഇല്ലായിരുന്നോ? എന്തുകൊണ്ട് എന്നെ ഇതുവരെ വിളിച്ചില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ദേഷ്യം ഇരച്ചു കയറുന്ന സ്വരം. പപ്പ വഴക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ വിളിക്കാഞ്ഞത്? അപ്പോഴേക്കും അലീനയ്ക്ക് കരച്ചിൽ വന്നു. വഴക്ക് പറഞ്ഞാൽ പിന്നെ വിളിക്കണ്ടേ? അതോടെ തീർന്നോ എല്ലാ ബന്ധവും? കണ്ടോ, പപ്പ ഇപ്പോഴും വഴക്ക് പറയുക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ പപ്പ? എത്ര മണിക്കൂറായി ഞാൻ നിന്നെ വിളിച്ചിട്ട്? എവിടെയായിരുന്നു നീ ഇതുവരെ? സോറി പപ്പ. പപ്പയ്ക്ക് ദേഷ്യം വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് വിളിക്കാതിരുന്നത്. എന്തിനാ പേടിക്കുന്നത്? ഞാനെന്താ സിംഹമോ കടുവയോ മറ്റോ ആണോ? അലീന മിണ്ടിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാൻലിയുടെ സ്വരം കേട്ടു. നാളെ നീ എപ്പോഴാ പുറപ്പെടുന്നത്? തീരുമാനിച്ചില്ല. ഞാൻ രാവിലെ കാർ അയക്കും. വേണ്ട പപ്പ, വെറുതെ എന്തിനാ പെട്രോൾ കത്തിക്കുന്നത്? ബൈജുവിന് നാളെ വരേണ്ട വഴി പറഞ്ഞു കൊടുത്തേക്കണം. നിന്റെ കൂടെ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ, ബബിത. പേരൊന്നും എനിക്ക് കേൾക്കണ്ട. കൊണ്ടുവന്നാൽ 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചയച്ചേക്കണം. ശരി പപ്പ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു പപ്പ, ഗുഡ് നൈറ്റ്. ഫോൺ വെക്കുമ്പോഴേക്കും നിലാവുദിച്ചതുപോലെ അലീനയുടെ മുഖം തെളിഞ്ഞിരുന്നു. ഈ കോളിനു വേണ്ടിയാ ഉറങ്ങാതെ കിടന്നത് അല്ലേ? ബബിത ചോദിക്കുകയാണ്. അലീന പുഞ്ചിരിയോടുകൂടി പറയുക. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പപ്പ എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും എനിക്കിത്രയും മതി. അലീന തിരിഞ്ഞു ബബിതയെ കെട്ടിപ്പിടിച്ചു. അടുത്ത ദിവസം രാവിലെ മുതൽ ബബിത പായ്ക്ക് ചെയ്യൽ ആരംഭിച്ചു. അവൾക്ക് തൃപ്തി വരുന്നില്ല. കുറേ ഡ്രസ്സ് അലമാരയിൽ നിന്നെടുത്ത് ബാഗിൽ വെക്കും. പിന്നെ അതിൽ നിന്നും ചിലത് തിരഞ്ഞു മാറ്റി വീണ്ടും അലമാരയിലേക്ക് തന്നെ വെക്കും. ഇടയ്ക്കിത് കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ ഇത്രയ്ക്ക് അടുക്ക് പെറുക്കാനുള്ളത്? നീ രാജ്യം വിട്ടുപോവുകയൊന്നും അല്ലല്ലോ. 5-6 ജോഡി ഡ്രസ്സെങ്കിലും വേണ്ട ചേച്ചി. വേണ്ടടി, 2-3 ജോഡി മതി. ഞാനില്ലേ നിന്റെ കൂടെ? എൻ്റെ ഡ്രസ്സൊക്കെ നിനക്കും പാകമായിരിക്കും. ഞാനൊരു ദാരിദ്ര്യവാസിയാണെന്ന് അലീന ചേച്ചിയുടെ പപ്പ വിചാരിക്കത്തില്ലേ? പിന്നെ പപ്പയ്ക്ക് അതൊക്കെ നോക്കാനല്ലേ നേരം? നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പപ്പയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നാൽ പോലും പപ്പ അതറിയത്തില്ല. ചോദിച്ചാൽ പറയും ഇത് തന്നെയല്ലേ നീ മുമ്പ് ഇട്ടിരുന്നതെന്ന്. എന്നാലും ചേച്ചി, വേറെ ആൾക്കാരൊക്കെ ഇല്ലേ അവിടെ? ആ ശരി, നീ അടുക്കിക്കൂ. ഇതിനിടയിൽ അലീനയ്ക്ക് ബൈജുവിൻ്റെ ഫോൺ കോൾ വന്നു. അവൻ കോട്ടയത്ത് എത്തിയിരിക്കുന്നു. ഇനിയുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അലീന വഴി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ബബിതയോട് തിരക്ക് കൂട്ടി, വേഗമാവട്ടെ, ഇത്ര രാവിലെ എത്തുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ ബബിത, അലീന ചേച്ചിയുടെ പപ്പയുണ്ടോ? ഹാ, പപ്പയല്ലേ ആള്, അനങ്ങാപ്പാറ പോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. 3/4 മണിക്കൂറിനുള്ളിൽ ബൈജുവിൻ്റെ കോള് വീണ്ടും എത്തി. അവൻ പാലായിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി അലീന വഴി വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. ബാലചന്ദ്രമേനോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറായി വന്നപ്പോഴേക്കും പെൺകുട്ടികളും ഒരുങ്ങി. ബൈജുവിൻ്റെ വണ്ടി മുറ്റത്ത് വന്ന് ഹോണടിച്ചു. അലീന ഇറങ്ങിച്ചെന്നു. അവളെ കണ്ടതും ബൈജു ചിരിച്ചുകൊണ്ട് സന്തോഷം വെളിപ്പെടുത്തി. എന്നിട്ട് ചോദിക്കുക, എത്ര ദിവസമായി പോന്നിട്ട്? ഞങ്ങളെ ആരെയും വേണ്ടേ? സാബിനാണെങ്കിൽ എല്ലാവരോടും ദേഷ്യം. പട്ടികളോട് പോലും വഴക്കാണ് എപ്പോൾ കണ്ടാലും. ബൈജു വല്ലതും കഴിച്ചോ? ആ, ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ പൊറോട്ട വാങ്ങിക്കഴിച്ചു. ഞങ്ങൾ കഴിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കഴിച്ചിട്ട് പതുക്കെ വന്നാൽ മതി, ഞാനിവിടെ എങ്ങാണ് ഇരുന്നോളാം. അവനത് പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിലെ കസേരയിലിരുന്നു. അപ്പോൾ വീണ്ടും അലീന ചോദിക്കുക, ഇത്രയും രാവിലെ ഇവിടെ എത്തണമെങ്കിൽ എപ്പോൾ പുറപ്പെട്ടവിടുന്ന്? ഒന്നും പറയണ്ട, സാബ് രാവിലെ 5 മണിക്ക് എന്നെ കുത്തി എഴുന്നേൽപ്പിച്ചു. ശരിക്കൊന്നും ഉറങ്ങിയത് പോലുമില്ല. അവൻ ടീപ്പോയിൽ നിന്നും പത്രമെടുത്ത് നിവർത്തി. അലീനയും ബബിതയും പോകുവാൻ തയ്യാറായി ഇറങ്ങുമ്പോൾ 9:30 മണിയായി. ബാലചന്ദ്രമേനോനും ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങി. പോയിട്ട് വരാച്ച, ബബിത അച്ഛനോട് യാത്ര പറഞ്ഞു. ആ, അധിക നാൾ അവിടെ നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ബാലചന്ദ്രമേനോൻ്റെ പ്രത്യേക ഉപദേശം ബബിതയുടെ മേൽ വന്നു. അച്ഛാ, പോയിക്കോട്ടെ? അലീനയും യാത്ര ചോദിച്ചു. ഇനി എന്നാണ്? എനിക്ക് അടിക്കടി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനല്ലേ പ്രധാന സാക്ഷി. അച്ഛനാണ് തനിച്ചായിപ്പോയത്. ആ, അതൊക്കെ എൻ്റെ വിധിയാണ്. തുടർന്ന് ബാലചന്ദ്രമേനോൻ അയാളുടെ കാറിൽ ചെന്ന് കയറി. വീട് പൂട്ടിയ താക്കോൽ അലീന അയാളെ ഏൽപ്പിച്ചിരുന്നു. ബാലചന്ദ്രമേനോൻ ആദ്യം പുറത്തേക്ക് പോയി. പിന്നാലെ ബൈജു ഓടിക്കുന്ന കാറും. കടപ്പാട്ടൂർ ജംഗ്ഷനിൽ വെച്ച് 2 കാറും 2 വഴിക്ക് തിരിഞ്ഞു. യാത്രയിലുടനീളം അലീന ബൈജുവിനോട് കുളത്തുപുഴ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവന് അതെല്ലാം വിസ്തരിച്ച് പറയാനറിയാം. എലി ചത്തതു മുതൽ കേണൽ സാബ് കണ്ണുരുട്ടി കാണിച്ചതുവരെ. ഇടയ്ക്ക് ബൈജു ചോദിക്കുന്നുണ്ട്, ഈ കൂടെയുള്ളതാരാണ്? ബബിത, എൻ്റെ അനുജത്തി. ശരിക്കും അനുജത്തിയാണോ? ആ, ശരിക്കും. കേണൽ സാബിൻ്റെ മോളല്ലല്ലോ? അല്ല. ഹോ, മനുഷ്യരുടെ ഓരോരോ ബന്ധങ്ങളെ. ബൈജുവിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തിരുവല്ല മുതൽ അലീന ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ബബിതയും ഫ്രണ്ട് സീറ്റിലെത്തി.
അലീന ഡ്രൈവ് ചെയ്യുന്നത് അവൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. പപ്പ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന കാറായത്. പപ്പ തന്നെയാ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അലീന വലിയ അഭിമാനത്തോടെയാണത് പറഞ്ഞത്. കാറ് കുളത്തുപുഴയിലെത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞു. അലീന പതുക്കെയായിരുന്നു കാർ ഓടിച്ചത്. അലീന കാറിൽ നിന്നും ഇറങ്ങിയതും നായ്ക്കൂടുകളിൽ കിടന്ന നായ്ക്കൾ കുരച്ചും ചാടിയും ബഹളമുണ്ടാക്കി. തുറന്നു വിട്ടിരുന്ന നായ്ക്കൾ ഓടി വന്ന് അവളെ മുട്ടിയുരുമിയും വാലാട്ടിയും കാൽപാദം നക്കിയും ഇക്കിളിപ്പെടുത്തി സ്നേഹം പ്രകടിപ്പിച്ചു. ആൻ്റപ്പൻ ഓടി ഇറങ്ങി വന്നു. ലഗേജ് എടുക്കുവാൻ ആൻ്റപ്പനെ പറഞ്ഞേൽപ്പിച്ച ശേഷം അലീന ബബിതയോട് കാറിൽ നിന്നും ഇറങ്ങി വരുവാൻ പറഞ്ഞു. ബബിത ചുറ്റും നോക്കി വീടിൻ്റെയും പരിസരത്തിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പപ്പയെ സിറ്റൗട്ടിൽ കാണാഞ്ഞിട്ട് അലീനയ്ക്ക് അല്പം നിരാശ തോന്നി. അവൾ ആൻ്റപ്പനോട് ചോദിക്കുകയാണ്, ആൻ്റപ്പ ചേട്ടാ, പപ്പ ഇവിടെ ഇല്ലേ? റൂമിലുണ്ട്. അപ്പോഴേക്കും പിൻപിൽ നിന്നുകൊണ്ട് ബബിത ഉറക്കെ പറയുകയാണ്, അലീന ചേച്ചി, ദേ എന്നെ കടിക്കാൻ വരുന്നു. ഒരു നായ ബബിതയുടെ കാൽ മണപ്പിക്കുവാൻ അപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കണ്ട മോളെ, ഒന്നും ചെയ്യില്ല. എൻ്റെ കൂടെ വരുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ഇവർക്കെല്ലാം നന്നായിട്ടറിയാം. അലീന അവളെ സമാധാനിപ്പിച്ചു. എന്നാലും ബബിതയുടെ പേടി മാറിയില്ല. അവൾ അലീനയെ ചുറ്റിപ്പറ്റി സിറ്റൗട്ടിൽ ചെന്ന് കയറി. അലീന അവളെ ഇടനാഴിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, ഒരു മിനിറ്റേ, ഞാൻ ലഫ്റ്റനന്റ് കേണലിനെ ഒന്ന് കണ്ടിട്ട് വരാം, ഇല്ലെങ്കിൽ കേണൽ ഗർവിക്കും. അലീന സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോയി. വാതിലിൽ മൃദുവായി തട്ടിയിട്ട് അവൾ കാത്തു നിന്നു. യെസ്, ഗെറ്റിൻ. അലീന വാതിൽ തുറന്നകത്ത് കയറി. മേശക്കരികെ കയ്യും നീട്ടിപ്പിടിച്ച് സ്റ്റാൻലി നിൽപ്പുണ്ടായിരുന്നു. പപ്പാ, ആഹ്ലാദ തിമിർപ്പോടെ വിളിച്ചുകൊണ്ട് അലീന അയാളുടെ അടുത്തേക്ക് ചെന്നു. യു ആർ വെൽക്കം മൈ ഗേൾ. അയാൾ പുഞ്ചിരിയോടുകൂടിയാണത് പറഞ്ഞത്. അലീന പപ്പയെ അടിമുടി നോക്കി. സ്മാർട്ടായിട്ട് നിൽക്കുന്നു. സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു. ഇരു കൈകൊണ്ടും അവൾ പപ്പയുടെ കൈ പിടിച്ച് കുലുക്കി. പിന്നെ ഒരു തടസ്സവുമില്ലാതെ അയാളുടെ നെഞ്ചിലേക്ക് ചാരി നിന്ന് പുറത്തുകൂടി കൈ ചുറ്റി ആശ്ലേഷിച്ചു. സ്റ്റാൻലി അവളുടെ ശിരസിൽ മെല്ലെ തലോടി. താനൊരു കൊച്ചുകുട്ടിയായി മാറിയെന്ന് അലീനയ്ക്ക് തോന്നി. സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാത്സല്യ ഹർഷത്തിൻ്റെയും നിർവൃതി നുകർന്ന് കണ്ണുകളടച്ച നിമിഷങ്ങളോളം അവൾ അങ്ങനെ നിന്നു. പിന്നെ കൈ ചുരുട്ടി പപ്പയുടെ വയറിനു മീതെ പതുക്കെ ഇടിച്ചിട്ട് ചോദിക്കുകയാണ്, പപ്പയുടെ വയറൊക്കെ കുറഞ്ഞല്ലോ. ആ, നീ പോയതിനു ശേഷം ഞാൻ പട്ടിണിയായിരുന്നല്ലോ. അയ്യോ കഷ്ടം, കുഞ്ഞുവാവയ്ക്ക് വാരി തരാൻ ആരുമില്ലായിരുന്നു അല്ലേ? സ്റ്റാൻലി അത് കേട്ടിട്ട് ഒച്ച വെച്ച് ചിരിച്ചു. നമ്മുടെ ഗസ്റ്റിനെ കാണണ്ടേ പപ്പയ്ക്ക്? വാ. പപ്പയെ കണ്ടതോടെ ഞാൻ അവളെ അങ്ങ് മറന്നു. ഉടനെ സ്റ്റാൻലി പറയുകയാണ്, എനിക്ക് കാണണ്ട. അതെന്താ പപ്പ? നമ്മുടെ വീട്ടിൽ വന്നതല്ലേ, നമ്മുടെ അതിഥിയല്ലേ. പപ്പ ചെന്ന് കാണുകയും രണ്ടു വാക്ക് സംസാരിക്കുകയും ചെയ്യുന്നതല്ലേ ഭംഗി. അലീന, എനിക്കിഷ്ടമല്ല ഇതൊന്നും. നിനക്ക് ആ വീടുമായിട്ടുള്ള ഒരു കണക്ഷനും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സ്റ്റാൻലിയുടെ സ്വരത്തിൽ വിട്ടുവീഴ്ചയില്ലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.